കടലിന്റെ അക്കരെ കാണാൻ കൊതിവെച്ച് കടൽ കടന്ന് പോയവരല്ലോ ജീവിതം കടലെടുത്തു പോവാതിരിക്കാൻ കടൽ കടന്ന ഒരു കൂട്ടം പ്രവാസികൾ. ഒമാനിന്ന് ഗഫൂറാണ്. ഇബ്രാഹിമി ഓർമ്മകൾ പൂത്തുലയുന്ന ബലിപ്പെരുന്നാളിന്റെ ആഘോഷ സുദിനത്തിൽ അവധി ദിവനങ്ങൾ അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാട്ടോ. യാത്രകളെ നമ്മളങ്ങ് വല്ലാതെ പ്രണയിച്ചു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ഭ്രാന്തമായ ആ പ്രണയത്തെ പോലെ, ആമിരിയ ഗോത്രത്തിലെ ലൈല എന്ന പാവം പെണ്ണിന്റെ കഥ പോലെ, അതേ ഗോത്രത്തിലെ കൈസ് എന്ന ചെറുപ്പക്കാരൻ ലൈലയെ പ്രണയിച്ച് ഭ്രാന്തനായി മജ്നുവായി മാറിയ പോലെ. പാറക്കെട്ടുകൾ കണ്ടപ്പോ അതേ അറേബ്യൻ മണ്ണിലെ അഫ്ലജ് ഗ്രാമത്തിലേക്ക് ഓർമ്മകൾ അറിയാതെ ഓടിപ്പോയതാണ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങൾ തരുന്ന പോലെ. മണിക്കൂറുകൾ നീണ്ട കപ്പൽ യാത്രയിൽ ഓളങ്ങൾ തഴുകിയെത്തിയ തണുത്ത കാറ്റിലാണ് ചിന്തകൾ കടലും കടന്ന് അങ്ങ് അഫ്ലജ് ഗ്രാമത്തിലേക്ക് എത്തിയത്. ലൈലയോടുള്ള അടങ്ങാത്ത പ്രണയം കണ്ണീരിൽ അവസാനിക്കുന്നത് കണ്ട് തേങ്ങലായി മാറിയ ഒരു ഗ്രാമം. ആട്ടിൻ പറ്റങ്ങളെ മേച്ച് നടക്കുന്നതിനിടയിൽ കൈസും ലൈലയും തങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞ മഴ പെയ്താൽ കൈസും ലൈലയും കയറി നിൽക്കുന്ന ആ ഗുഹകളെ ഓർമ്മപ്പെടുത്തുമാറ് പാറക്കെട്ടുകൾക്കിടയിൽ ചെറിയ ഗുഹകൾ ഞങ്ങളും കണ്ടു. പാട്ടുപാടിയും കവിത ചൊല്ലിയും കൈസ് തന്റെ സ്നേഹം ആ താഴ്വാരങ്ങളിൽ പ്രകമ്പനം കൊള്ളിച്ചു. പിന്നെയാണ് കഥ മാറിയത്. സ്വന്തം ഗോത്രത്തിലെ പെണ്ണിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആട്ടിയകറ്റുന്ന കൈസിനെയാണ് പിന്നെ ആ നാട് കണ്ടത്. ഒടുക്കം 1300ഓളം കിലോമീറ്റർ അകലെ തൈമ എന്ന നാട്ടിലേക്ക് ലൈലയെ കെട്ടിച്ചേക്കുമ്പോൾ വിടരാത്ത പ്രണയത്തിൽ കൈസ് ഒരു ഭ്രാന്തനായി മാറുകയായിരുന്നു. ഗ്രാമവാസികൾ മജ്നു മജ്നു എന്ന് നീട്ടി വിളിക്കുമ്പോൾ ഉള്ളിൽ തേങ്ങിക്കരഞ്ഞ് കൈസ് ഇതുപോലൊരു മരുഭൂമിയിൽ ലൈലയെ തേടി അലയുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഇതുപോലൊരു തെളിനീരിന് വേണ്ടി ആ കൈസ് ഒരുപാട് അലഞ്ഞിട്ടുണ്ടാവണം. നെഞ്ചി പിടക്കുന്ന വേദനയിൽ ജീവിതം കരഞ്ഞു തീർത്ത ലൈല അവസാനം രോഗത്തിന് കീഴടങ്ങി ഈ ലോകത്തു നിന്നും മറയുകയായിരുന്നു. മരണവാർത്ത അറിയിക്കാൻ പ്രിയപ്പെട്ടവർ കൈസിനെ തേടി നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ. ഒടുവിലാണ് നെഞ്ചി പൊട്ടുന്ന കാഴ്ച കണ്ട് ആ ഗ്രാമവാസികളുടെ കണ്ണു നിറഞ്ഞു പോയത്. ഇതുപോലെ പാറക്കെട്ടുകൾ നിറഞ്ഞ അഫ്ലജ് ഗ്രാമത്തിലെ ആമിരിയ ഗോത്രത്തിലെ ഭ്രാന്തനായി മാറിയ ചെറുപ്പക്കാരൻ കിലോമീറ്ററുകളോളം താണ്ടി തന്റെ പ്രിയപ്പെട്ടവളുടെ കബറിനരികിൽ തേങ്ങിപ്പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് ആ ഗ്രാമം കണ്ണീരോടെ നോക്കി നിന്നു. അറബിക്കഥകളിൽ നമ്മൾ പാടിയും പറഞ്ഞും കേട്ട ആ കഥകൾ സംഭവിച്ചത് തന്നെയാണ്. ഒരു ഗ്രാമം കണ്ണീരോടെ കണ്ട കാഴ്ചകളാണ്. മറന്നു തുടങ്ങിയ പലതും കുറുകിയെത്തുന്ന പ്രാവുകളെപ്പോലെ നമ്മെ തേടിയെത്തുന്നത് ഓരോ യാത്രകളിലുമായിരിക്കും. ആടിയും പാടിയും നമ്മളും തീരത്തെ കണയുകയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ ഓർത്തിരിക്കാൻ നിറമുള്ളൊരോർമ്മകളായി തീരട്ടെ ഈ യാത്രയും ഇതിൽ വിരിഞ്ഞ അനുഭവങ്ങളും. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം. കപ്പൽ യാത്രയെ കുറിച്ച് നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? കപ്പൽ യാത്ര എന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. കയാക്കിങ്, ബനാന റൈഡിങ് അടിപൊളിയായോ? ഇഷ്ടായോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അടിപൊളി. വളരെ റാഹത്തായ പരിപാടിയായി. നടത്തിയ യാത്ര വളരെ അതിമനോഹരമായിരുന്നു. നല്ല ഉഷാറായിരുന്നു. അടിപൊളിയായിരുന്നു. അവിസ്മരണീയ ജില്ലാ KMCCക്ക് സംഭവം അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. ജീവിതത്തില് ലൈഫിൽ ഇന്നവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് കിട്ടിയത്. പിന്നെ ബനാന ഒരു സാധനത്തിന്റെ പേരെന്തിനാ ഒക്കെ ഉഷാറായിരുന്നു. പ്രിയപ്പെട്ടവരെ, മായമല്ല, മന്ത്രമല്ല, മായാജാലമല്ല,
പാലക്കാട് ജില്ല ഒന്ന് കൈയടിച്ച് ആത്മാർത്ഥമായിട്ടൊരു കൈയടി. വളരെ സജീവമായി ഇതിന്റെ തുടക്കം മുതൽ നമ്മുടെ മുൻ ചെയർമാൻ ഇർഷാദിനൊപ്പം പ്രിയപ്പെട്ടവരെ, പരിമിതികൾക്കുള്ളിൽ ഒപ്പിയെടുത്ത കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. പോരായ്മകളുണ്ടായിരിക്കാം, എങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സ്വന്തം ഗഫൂർ ഇരുമ്പുഴി.